സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് പുതിയ സംഘം അന്വേഷിക്കും. കൊച്ചി സിറ്റി പോലീസ് അഡ്മിൻ DCP വിനോദ് പിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ലത്തീഫ്, നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൌത്ത് ACP രാജ്കുമാർ എന്നിവരും സംഘത്തിലുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇങ്ങനെ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള കാരണം എന്താണ്? ഈ പുതിയ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? അവരുടെ നടനും സംവിധായകനുമായ സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. പരാതിക്കാരന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇത്തരത്തിലൊരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൊച്ചി സിറ്റി പോലീസ് അഡ്മിൻ ക്രൈം DCP വിനോദ് പിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. 2 ACPമാരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ച് DYSP ആയ ലത്തീഫും നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് ACP രാജ്കുമാറുമാണ് ഈ സംഘത്തിലുള്ളത്. നേരത്തെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം സൗബിൻ ഷാഹിർ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വിദേശയാത്രയ്ക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. അരൂർ സ്വദേശിയായ സിറാജ് വലിയ തുറ നൽകിയ പരാതിയിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളത്. സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടി എന്നാണ് പരാതി. സിനിമയുടെ നിർമ്മാണത്തിനായി പല ഘട്ടങ്ങളിലായി 7 കോടി രൂപ കയ്യിൽ നിന്നും വാങ്ങിയെന്നും ലാഭവിഹിതം നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചെന്നുമായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തുടക്കത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ തട്ടിപ്പിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടരാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പിന്നാലെ സൗബിനടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘം വരുന്നതോട് കൂടി തന്നെ കൂടുതൽ കുരുക്ക് സൗബിനടക്കമുള്ള ഈ നിർമ്മാതാക്കൾക്ക് മേൽ വരുമെന്നാണ് മനസ്സിലാവുന്നത്. അമൃത. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.